ഹേ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന സൂപ്പർ ഹിറ്റ് സിനിമയായ ആവേശത്തിൻ്റെ 10 ഇഡൻ ഡീറ്റെയിൽസും മിസ്റ്റേക്സുമാണ്. ഒന്നാമത്തെ ഇഡൻ ഡീറ്റെയിൽസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അജു, ബിബി, ശാന്തൻ എന്നിവരുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ അതേ കളറാണ് ഇവർ 3 പേരും ഒരുമിച്ചുള്ള ഷോട്ടിൽ ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറും. ആദ്യമായിട്ട് കുട്ടിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കുട്ടി ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ ഹുഡിയിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കീപ് റെഡി എന്ന് എഴുതിയിട്ടുള്ളത് അന്ന് തന്നെ വരുമെന്നുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ആണിത്. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ്. കുട്ടി അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടി കൊടുക്കുമ്പോൾ അവരുടെ തല കൊണ്ട് റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന മിററിൽ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ അതിനൊരു കുഴപ്പവുമില്ല. ഇത് ചളുങ്ങിയാലും നേരെ ആവുന്ന മിററാണ്, എന്നാൽ അതിലൊരു പോറൽ പോലുമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. നാലാമത്തെ ഹിഡൻ ഡീറ്റെയിൽസ് രംഗൻ ചേട്ടൻ്റെ ശരിക്കുമുള്ള പേരാണ്. നമ്മൾ റീൽസ് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ താഴെ ചെറുതായിട്ട് രഞ്ജിത്ത് ഗംഗാധരൻ എന്ന് എഴുതിയിരിക്കുന്നത്. അഞ്ചാമത്തെ ഹിഡൻ ഡീറ്റെയിൽ രംഗൻ ചേട്ടൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽസ് ആണ്. അതിൽ ഇഷ്ടംപോലെ സ്വർണ്ണമാലയും വെള്ള ഡ്രസ്സുമാണ് രംഗൻ ചേട്ടൻ ഇട്ടിരിക്കുന്നത്. രംഗൻ ചേട്ടൻ ഇട്ടിരിക്കുന്ന മാലയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൽ രംഗൻ എന്ന് തെലുങ്കിൽ എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ഡോൺ എന്ന് വായിക്കുമെങ്കിലും അത് രംഗൻ എന്നാണ് എഴുതിയിരിക്കുന്നത് തെലുങ്കിൽ. അംബാനും രംഗൻ ചേട്ടനും മോഹൻലാൽ ഫാനാണെന്ന് ഇതിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അന്താക്ഷരി കളിക്കുമ്പോൾ മോഹൻലാൽ സിനിമയാണ് കൂടുതലും പറയുന്നത്. ചോട്ടാ മുംബൈ, നരസിംഹം, കൂടാതെ ഒരു സീനിൽ നരസിംഹത്തിൻ്റെ റെഫറൻസ് പോലെ കൊടുത്തിട്ടുമുണ്ട്. ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റും രംഗൻ ചേട്ടൻ കോടാലി കൊണ്ട് ശാന്തനെ എറിയുന്നത്, പക്ഷെ കൊള്ളുന്നില്ല. നിങ്ങൾ വിചാരിക്കും രംഗൻ ചേട്ടന് ഉന്നമില്ലാത്തതായിരിക്കുമെന്ന്. പക്ഷേ അല്ല, രംഗൻ ചേട്ടന് നല്ല ഉന്നമുള്ള ആളാണെന്ന് ഇതിനു മുമ്പുള്ള ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ബാറിൽ വെച്ച് ബിബി ഒരുത്തൻ വഴക്ക് പറയുമ്പോൾ രംഗൻ ചേട്ടൻ ദൂരെ നിന്ന് കുപ്പി കൊണ്ട് അയാളുടെ തലയിൽ കറക്റ്റായിട്ട് എറിയുന്നുണ്ട്. ചിലപ്പോൾ ഉന്നം തെറ്റിയത് ശാന്തൻ സോറി പറഞ്ഞുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹിന്ദിക്കാരെ പോലും വെറുതെ വിട്ടത്. ഇതിൽ ഇവർ 3 പേരും സോറി പറയുമ്പോൾ രംഗൻ ചേട്ടൻ വെറുതെ വിടുന്നുണ്ട്. രംഗൻ ചേട്ടൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് അംബാൻ എല്ലാവർക്കും മദ്യം കൊടുക്കുന്നത് കാണാം. അത് മയൂരി ബാറിൽ നിന്നാണെന്ന് ഈ ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ അടുത്ത ദിവസം അംബാൻ ലോറിയിൽ കുളിക്കുമ്പോൾ ആ മുറിവിൽ വെള്ളം തട്ടാതിരിക്കാൻ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് കാണാം. അംബാൻ രംഗൻ ചേട്ടനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അംബാൻ പറയുന്നുണ്ട് ഇവരെല്ലാം ചവിട്ടിയാണ് കൊന്നതെന്ന്. അതേ സീൻ പോലെയാണ് അവസാനവും എടുത്തിരിക്കുന്നത്. റെഡ്ഡി കൊന്നതിന് ശേഷം രംഗൻ ചേട്ടൻ്റെ സ്റ്റൈല് മാറ്റി കറുപ്പുമായിട്ട് ഇടുന്നുണ്ട്. ആവശ്യം 2ാം പാർട്ടിൻ്റെ സൂചനയായിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഹിന്ദിക്കാരും കൂടെയുണ്ട്. ഈ സിനിമയിൽ അംബാനിയും നഞ്ചപ്പയും എങ്ങനെ കണ്ടുമുട്ടി എന്ന് പറയുന്നില്ല. മിക്കവാറും അടുത്ത പാർട്ടിൽ ഉണ്ടായിരിക്കും. ഇതേപോലത്തെ കിടിലം വീഡിയോകൾ കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.